സൂര്യൻ പടിഞ്ഞാറൻ കടലിൽ മുങ്ങിത്താഴുമ്പോൾ പകലും രാവും പരസ്പരം കൈകോർക്കുന്ന ആ നിമിഷം വെറുമൊരു നേരമല്ല, പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജ്ജവും നെഗറ്റീവ് ഊർജ്ജവും തമ്മിൽ വലിയൊരു യുദ്ധം നടക്കുന്ന സമയമാണത്. ഈ സന്ധ്യാനേരത്ത് നമ്മുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ മഹാലക്ഷ്മി വന്നു നിൽക്കുമെന്നും ആ നിമിഷം നമ്മൾ ചെയ്യുന്ന ചെറിയൊരു തെറ്റുപോലും കുടുംബത്തിന്റെ ഐശ്വര്യം കെടുത്തിയേക്കാമെന്നും പുരാണങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ഐശ്വര്യത്തെ വീട്ടിലേക്ക് ക്ഷണിക്കാനും ദോഷങ്ങളെ പടിക്കു പുറത്താക്കാനും സന്ധ്യാസമയത്ത് നാം പാലിക്കേണ്ട ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സന്ധ്യാനേരത്ത് സുഖമായി കിടന്നുറങ്ങുന്നത് ദാരിദ്ര്യത്തെയും രോഗങ്ങളെയും ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ഈ സമയത്തെ ഉറക്കം ശരീരത്തിന് ആലസ്യവും മനസ്സിന് മരവിപ്പും ഉണ്ടാക്കുമെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ് ഭക്ഷണത്തിന്റെ കാര്യം. സന്ധ്യയ്ക്ക് ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷകരമാണെന്നും അത് ആയുസ്സിനെ ബാധിക്കുമെന്നുമാണ് വിശ്വാസം. ഈ മാറ്റത്തിന്റെ സമയത്ത് ശരീരം ഭക്ഷണത്തേക്കാൾ കൂടുതൽ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമാണ് പ്രാധാന്യം നൽകേണ്ടത്. വീട് തൂത്തുവാരുന്നതും മുറ്റമടിക്കുന്നതും സന്ധ്യ കഴിഞ്ഞാകുന്നത് അശുഭകരമാണ്. മഹാലക്ഷ്മി വീട്ടിലേക്ക് എഴുന്നള്ളുന്ന നേരത്ത് അഴുക്കും പൊടിയും പുറത്തേക്ക് കളയുന്നത് ഐശ്വര്യത്തെ തന്നെ പുറന്തള്ളുന്നതിന് തുല്യമായി കണക്കാക്കുന്നു. അതുപോലെ തന്നെയാണ് നഖം വെട്ടുന്നതും മുടി മുറിക്കുന്നതും. അത്തരം പ്രവൃത്തികൾ വീട്ടിൽ നെഗറ്റീവ് ഊർജ്ജം നിറയ്ക്കാൻ കാരണമാകും. മറ്റൊരു പ്രധാന കാര്യം പണമിടപാടുകളാണ്. സന്ധ്യാസമയത്ത് ആർക്കെങ്കിലും പണം കടം കൊടുക്കുന്നത് ഒഴിവാക്കണം. നമ്മുടെ കയ്യിലുള്ള ഐശ്വര്യം മറ്റൊരാൾക്ക് കൈമാറുന്ന സമയമല്ലിത്. ഇത്രയും കരുതലുകൾ എടുത്തുകഴിഞ്ഞാൽ അടുത്തത് ദീപം തെളിക്കലാണ്. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ശുദ്ധിയാണ്. കുളിച്ച് ശുദ്ധിയായി ഈശ്വരചിന്തയോടെ വേണം വിളക്ക് തൊടാൻ. എണ്ണയായി എള്ളെണ്ണയോ അല്ലെങ്കിൽ ശുദ്ധമായ നെയ്യോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. തിരികളുടെ എണ്ണത്തിലും പ്രത്യേകതയുണ്ട്. സാധാരണയായി സന്ധ്യാസമയത്ത് വീട്ടിൽ 2 തിരികളാണ് ഏറ്റവും ഉത്തമമായി കരുതുന്നത്. ഒന്ന് കിഴക്കോട്ടും മറ്റൊന്ന് പടിഞ്ഞാറോട്ടും ദർശനമായി വേണം കൊളുത്താൻ. ഇത് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിർത്താൻ സഹായിക്കും. എന്നാൽ വിശേഷപ്പെട്ട അവസരങ്ങളിൽ 5 തിരികൾ ഇട്ട് നിലവിളക്ക് തെളിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. തിരികൾ കൊളുത്തുമ്പോൾ ആദ്യം കിഴക്കേ ദിക്കിലുള്ള തിരി വേണം തെളിക്കാൻ. വിളക്ക് നിലത്തോ തറയിലോ നേരിട്ട് വയ്ക്കാതെ ഒരു പീഠത്തിന്മേലോ ഇലയിലോ വയ്ക്കുന്നതാണ് ശാസ്ത്രീയം. വിളക്ക് കൊളുത്തുമ്പോൾ ഈ ശ്ലോകം ചൊല്ലുന്നത് ഉത്തമമാണ്. ശുഭം കരോതു കല്യാണം ആരോഗ്യം ധനസമ്പദഃ ശത്രുബുദ്ധി വിനാശായ ദീപജ്യോതി നമോസ്തുതേ. ഇതിന്റെ അർത്ഥം ശുഭവും മംഗളവും ആരോഗ്യവും ഐശ്വര്യവും നൽകുന്നതിനും നമ്മുടെ ഉള്ളിലെ തെറ്റായ ചിന്തകളെ അകറ്റുന്നതിനുമായി ദീപലക്ഷ്മിയെ വണങ്ങുന്നു എന്നാണ്. ഇതിനുശേഷം ദീപത്തെ വന്ദിച്ചുകൊണ്ട് ഈ വരികൾ കൂടി ചൊല്ലുക. ദീപോ ജ്യോതി പരബ്രഹ്മ ദീപോ ജ്യോതി ജനാർദ്ദനഃ ദീപോ ഹരതുമേ പാപം സന്ധ്യാദീപ നമോസ്തുതേ. നാമജപവും ദീപം തെളിക്കലുമാണ് ഈ നേരത്ത് ഏറ്റവും ഉത്തമം. വീടിന്റെ ഉമ്മറവാതിൽ തുറന്നിട്ട് നിലവിളക്കിന്റെ പ്രഭയിൽ ഈശ്വരനെ സ്മരിക്കുന്നത് വഴി സകല ദോഷങ്ങളും അകന്ന് വീട്ടിൽ ഐശ്വര്യം നിറയും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.